ഇത് ഏത് സമയത്താണ് ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് വന്നത്? 2022 വരുന്ന സമയത്ത് ഇവിടെ നയം വ്യത്യസ്തമായിരുന്നു. ഇവിടെ ബ്രൂവറി തുടങ്ങാൻ പറ്റില്ലായിരുന്നു, ഡിസ്റ്റിലറികളും തുടങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോഴേക്കും അവർക്ക് അനുകൂലമായ ഒരു നയമാറ്റത്തിലേക്ക് വരുന്നു. ആ നയമാറ്റത്തിനിടയ്ക്ക് അവർ ഭൂമി വാങ്ങുന്നു. ഇതിൻ്റെ ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ പരിശോധിക്കുമ്പോൾ സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം വരുന്നതെന്നാണ് എം പി രാജേഷ് വാദിച്ചിരുന്നത്. ക്യാബിനറ്റ് ബ്രീഫിംഗ് നോട്ടിലാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നത്. എലപ്പുള്ളിയിലെ ജലദൗർലഭ്യം ഒരു പ്രധാന വിഷയം. നമ്മളിത് മുൻപ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ജലദൗർലഭ്യത്തെക്കുറിച്ച് തന്നെയാണ് വിശദമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ എടുക്കാതെ അവിടെ ഒരു പദ്ധതി നടപ്പാവാൻ കഴിയില്ല എന്ന് പറയുന്നു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ സുജിയോട് പറഞ്ഞ കാര്യം അവിടെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നു. 50% പോലും അവിടുത്തെ ആ പൈപ്പ് ലൈൻ, വെള്ളം കൊണ്ടുവരുന്നുള്ള പൈപ്പ് ലൈൻ്റെ പദ്ധതി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. പിന്നീട് വൈകുന്നേരത്തെ എൻ്റെ ചർച്ചയിൽ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ കൃഷിഭൂമിയിൽ നെൽകൃഷി നശിച്ചിട്ട് കൂട്ടത്തോടെ കത്തിച്ച് കളയേണ്ട അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്, വെള്ളം ലഭിക്കാത്ത മൂലം. അപ്പോൾ അതാണ് അവിടുത്തെ കടുത്ത ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അവിടേക്ക് ഈ ബ്രൂവറി വരുമ്പോൾ അവിടേക്ക് ഇഷ്ടം പോലെ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്ന് പറയുമ്പോൾ ഇന്നുകൂടി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു അത് എന്തായാലും നടപ്പാക്കും, ഒരു തടസ്സവുമില്ല, വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ വാട്ടർ അതോറിറ്റി അത് പറയുമ്പോൾ എവിടെ നിന്നാണ് ആ വെള്ളം കൊടുക്കുന്നത്? മലമ്പുഴയിൽ അങ്ങനെ കൊടുക്കാൻ വെള്ളമുണ്ടോ? ഇല്ല.